ഗുഡ് മോർണിംഗ്. നമ്മുടെ വീടിന് ചുറ്റും പണി സാധനങ്ങൾ മാറുന്നില്ലല്ലേ. ഇത് ഞങ്ങളുടെ AD കിച്ചുവിൻ്റെ ഓഫീസിൽ വെച്ച് പണിക്കൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ട് വെച്ചേക്കാം. ഇറ്റ്സ് ബ്രൈറ്റ് നൈസ് സൺഡേ ആസ് യൂഷ്വൽ. നമ്മുടെ വീട്ടിൽ ഇന്നത്തെ ഫുഡ് ഗീ റൈസും ചിക്കൻ കറി ആയിരുന്നു. കുറേ ദിവസമായിട്ട് എന്നോട് അശ്വിൻ ചോദിക്കുക, ഗീ റൈസും ചിക്കൻ കറി ആക്കുമോ, ഗീ റൈസും ചിക്കൻ കറി ആക്കുമോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അങ്ങനെ ഇന്ന് എന്തായാലും അതാക്കി. ഇപ്പോൾ ജോബിൻ ഡാഡിയെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു. അപ്പോൾ ഇനി കുറച്ച് അവർക്കായിട്ട് കൊടുത്ത് വിടാൻ പോകുന്നു. ഞാൻ ഇതാ സൂക്ഷിച്ച് വെക്കണേ, ഷേക്ക് ആവാതെ. ഞാൻ പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ശരി, മറ്റേ പാക്കറ്റ് എടുത്തോ. ഓക്കെ ഡാഡി. ബെൽറ്റ് 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 ഡാഡിയുടെ ഫോൺ ശരിയാക്കിയോ? ഒന്ന് അത് എയർപ്ലെയിൻ മോഡ് മാറ്റാം. ഓക്കെ ബൈ. ഒരുപാട് നാളായിട്ടുള്ളൊരു സ്ഥിരം റുട്ടീനാണ്. ഡാഡി കൂട്ടിക്കൊണ്ടുവരും. അവരിവിടെ നിന്ന് പോയതിന് ശേഷം അവരെ വീട്ടിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറേ വെജിറ്റബിൾസ് ഒക്കെ നട്ടേക്കുന്നതുകൊണ്ട് അതിനൊക്കെ നല്ല കെയർ വേണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ദിവസം നിന്നിട്ട് ചെന്നപ്പോൾ അവിടെ കുറേ ചെടികളൊക്കെ നാശമായി. പിന്നെ അവർക്ക് അവിടെ കുറച്ച് പ്ലംബിംഗ് വർക്ക്, ആ വർക്ക്, ഈ വർക്ക്, പിന്നെ ഈ സെർവൻസിനൊക്കെ കുറേ ദിവസം വരണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവർക്ക് ദേഷ്യവും. പിന്നെ അവരെ പിന്നെ വിളിച്ചാൽ വരത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർ കുറേ ദിവസമായിട്ട് അവരുടെ വീട്ടിലാണ്. ഡാഡിയുടെ കാല് ഓൾമോസ്റ്റ് 1.5 മാസമൊക്കെ ആയി കേട്ടോ. ഇങ്ങനെ കൊണ്ടുപോകുന്നത് കിട്ടുമ്പോൾ മച്ച് ബെറ്ററാണ്. ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥിരം റൊട്ടീനാണ്. ജോബിന് പോവും, ഡാഡിയെ കൊണ്ടുവരും, ഹോസ്പിറ്റലിൽ പോകും, പിന്നെ എന്തെങ്കിലും ഇവിടെ നിന്ന് എടുക്കാവുന്ന എടുക്കും, തിരിച്ചു പോകും. അങ്ങനെ. ആൻഡ് ടുഡേ ഇന്ന് ഞാൻ വളരെ ഏർലി ആയിട്ട്, ഇന്ന് ഒരു യൂഷ്വലി സൺഡേ ഞാൻ കിടക്കുമ്പോൾ 7:30 മണിയായിട്ടേ ഉറക്കം എണീക്കാവൂ എന്നൊക്കെ ഞാൻ സ്വയം എന്നോട് പറഞ്ഞ് അലാമൊക്കെ വെച്ചിട്ട് ആണ് കിടന്നത്. പക്ഷെ ഞാനൊരു 5:45 ഉണർന്നു. ഈ ജപ്പാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് ഏർലി ആയിട്ട് താനെ ഉണരുന്നുണ്ട്. കാരണം നമ്മൾ ബോഡി ക്ലോക്ക് ഇപ്പോഴും അവിടെ കുറച്ച് ഏർലി ആയിട്ടല്ലേ, ഓൾമോസ്റ്റ് 3 or 3.5 hours ഏർലി ആയിട്ട്. അവിടുത്തെ ഒരു 6:30-7 മണിക്കൊക്കെ നമ്മൾ പലപ്പോഴും ഉറക്കം എണീക്കുമ്പോൾ അത് ഇവിടുത്തെ വല്ല 5 മണിക്ക് മുന്നത്തെ ടൈം ആയിരിക്കും. സോ എനിക്കിങ്ങനെ കുറച്ച് ഏർലി ആയിട്ട് ഉണരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാനിങ്ങനെ ഉണർന്ന് ഞാൻ വെച്ച് നോക്കി, ഇറ്റ് വാസ് ലൈക്ക് 5:45. I was thinking, എന്തിനാ ഉണർന്നത്? ബട്ട് ഐ വാസ് എ ബിറ്റ്, മനസ്സ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. And then I was just thinking like, why, what happened, why, like വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഭയങ്കര ബ്രൈറ്റ്, വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ, then എന്തിനാ ഞാൻ, why am I worried എന്നിങ്ങനെ ഒരു ഫീൽ I was having. And then I just suddenly thought like, I know like what is worrying me in the last few days. ബ്രൈറ്റ് ഹൻസു എന്നെ വിളിച്ചു, നാരങ്ങ വെള്ളം കുടിക്കണം, നാരങ്ങ ഇല്ല എന്ന് പറയാം. ഇനിയിപ്പോൾ ജോബിൽ വന്നാലേ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് വെളുപ്പിനെ ഞാൻ ഉണർന്നപ്പോൾ ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആയൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജോബിന് ഒരു ജോബ് കിട്ടി കൊച്ചിയിൽ. ആൻഡ് ഹീ ഈസ് ലീവിങ് ഇൻ 2-3 days ടൈം. അവൻ പോകും എന്നെനിക്ക് അറിയാമായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും, അവൻ വരെ വിചാരിച്ചിരുന്നു ജൂണിൽ പോയാൽ മതിയാവും. സോ ഫുൾ ഓഫ് മെയ് ഇവിടെ കാണും എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. സോ ലൈക്ക്, പക്ഷെ പെട്ടെന്നൊരു 3-4 days ബിഫോറാണ് അവൻ പറയുക ചിലപ്പോൾ മെയിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും. കാരണം അവിടുത്തെ ഒരു വേക്കൻസി ഇവന് വേണ്ടി ബുക്ക് ചെയ്തിട്ടിട്ട് ലൈക്ക് 2 months ആയി. അപ്പോൾ ഇനി പോയില്ലെങ്കിൽ അത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും, നല്ല ജോബാണ്. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു എങ്ങനെയെങ്കിലും മെയിൻ കൂടെ നിന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ നമുക്ക് അവൻ അങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ അവൻ അവിടെ പോയി കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയാലേ അവൻ വിചാരിക്കുന്ന പോലെ അവന് UK പോകാൻ പറ്റും. ഒരു സിസ്റ്റർ ഇപ്പോൾ ഡെലിവറിക്ക് വന്നിട്ടുണ്ട്, ആ കുട്ടി പോകുമ്പോൾ കൂടെ പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ ഫുൾ ഈ ജോബിന് പോകുമ്പോൾ എന്നുള്ള ആ ഒരു വേറെ ടു ഹണ്ട് ന്യൂ ഡ്രൈവർ അതെല്ലാം. പക്ഷെ നമുക്ക് വളരെ റെയറായിട്ടാണ് ചില ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് സിങ്ക് ആവുന്നത്. ജോബിന് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ഒരു ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നല്ല സിങ്കായിരുന്നു. അവൻ പറയാം ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഈ കാർ എടുത്തുകൊണ്ട് പുറത്ത് പോയത് അവിടെ ഒരു സ്ഥലത്ത് ഫസ്റ്റ് ഒരു തിട്ടയിൽ കൊണ്ട് കയറ്റി നമ്മളൊരു ടയർ പൊട്ടി. ഇനോഗറേഷൻ അങ്ങനെയായിരുന്നു. പക്ഷെ എന്നിട്ട് അവൻ ഒരിക്കൽ പോലും അവൻ എനിക്കൊന്ന് വഴക്ക് പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. അതെന്താണെന്ന് അറിയത്തില്ല. മേ ബി അവൻ ഇഷാനിയെക്കാൾ ഇളയതാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ കുട്ടിയോട് തോന്നുന്ന ആ ഒരു വികാരമായിരുന്നു അവനോട്. ഹി വാസ് എ വെരി 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 സ്വീറ്റ് ആൻഡ് വെരി ഒബീഡിയൻറ്റ്. പോയി അവൻ ഈ 1 വർഷം 2 മാസമായിട്ട് നമ്മളിവിടെ നിൽക്കുന്നു. അവൻ നല്ല ഡ്രൈവറായി. ഇന്നലെയൊക്കെ നന്നായിട്ട് അവൻ ഏതോ ഡിഫിക്കൽട്ട് സ്ഥലത്തൊക്കെ ഓടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ജോബിന് ഇപ്പം നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. പക്ഷേ വളരെ ഡിഫിക്കൽട്ടായിരുന്നു ആ സ്ഥലത്ത്. ഭയങ്കര കുഴിയൊക്കെ ഉള്ള സ്ഥലത്ത് നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു നന്നായിട്ടാണല്ലോ ജോബിൻ പറഞ്ഞ് ഇവിടെ വന്നിട്ട് 3 നാളായില്ലേ, എല്ലാ വണ്ടികളും മാറി ഓടിച്ചവൻ നല്ല
ഹി വാസ് ലൈക്ക് സോ മച്ച് എൻ്റെ ഒരാളായിരുന്നു. എൻ്റെ ഒരു എന്താ പറയുക, ലൈക്ക് ഞാനൊന്നിങ്ങനെ നോക്കി ഒന്ന് കണ്ടുകൊണ്ടൊരു ആക്ഷൻ കാണിച്ചാൽ തന്നെ അവന് മനസ്സിലാവും ഇങ്ങനെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതൊക്കെ. അപ്പോൾ ജോബിന് രാവിലെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ റിലാക്സ്ഡ് ആണ്. ലൈക്ക് ഓക്കെ, ലൈക്ക് ഹി വാസ് ലൈക്ക് സോ ഗുഡ്. ലൈക്ക് ഇപ്പോൾ ഡാഡിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, അപ്പച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, അതൊക്കെ എനിക്ക് ജസ്റ്റ് അങ്ങ് ജോബിനെ വിട്ടാൽ മതി. പണ്ടൊക്കെ ഒരിക്കലും ഞാൻ ഡ്രൈവേഴ്സിൻ്റെ കൂടെ മാത്രമേ ഇവരെ ആരും വിടത്തില്ല, ഞാൻ കൂടെ പോകുമായിരുന്നു. ഇവനെല്ലാം നല്ല പോലെയായിരുന്നു പോവുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പച്ചിയുടെ കൂടെ അപ്പച്ചിയുടെ കാലിൻ്റെയൊക്കെ ഇഷ്യൂ ആയപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ ആഴ്ച 2 ദിവസമൊക്കെ പോകണമായിരുന്നു. അവിടെ പോയാൽ ഒരുപാട് നേരം അവിടെ ഇരിക്കണം. അതൊക്കെ അവൻ നല്ലപോലെ ഡീൽ ചെയ്യുമായിരുന്നു. ലൈക്ക് ഭയങ്കര നല്ലപോലെ. ഇപ്പം ഡാഡിക്ക് തന്നെ ഇടയ്ക്ക് സുഖമില്ലാതായി. അപ്പോൾ അന്ന് നൈറ്റിലായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് നൈറ്റ് നമുക്ക് കിംസി കൊണ്ടുപോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ യൂസ്വലി കുഴപ്പമില്ല, ഇപ്പോൾ ഞാൻ കൂടെ നിൽക്കാം. ലൈക്ക് ചിലരാണെങ്കിൽ അയ്യോ എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ള ഇവ അങ്ങനെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ലൈക്ക് സച്ച് എ ഗുഡ് ബോയ്. ആൻഡ് അവൻ്റെ അമ്മ അവനെ ആ രീതിയിലാണ് വളർത്തിയത്. ഒരു ബിഗ് സല്യൂട്ട് ടു ഹിസ് മോം മഞ്ജു. അവരൊരു സിംഗിൾ മദറായിരുന്നു. ഹിസ് ഫാദർ പാസ്റ്റ് അവേ വെൻ ഹി വാസ് സ്മോൾ. കൊച്ചായിരുന്നപ്പോഴേ എൻ്റെ ഫാദർ സുഖമില്ലാതെ മരിച്ചു. അവന് ഒരു ചേച്ചിയാവുള്ളത്. പക്ഷെ ആ അമ്മ അത്ര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അവനെ വളർത്തിയത്. സച്ച് നൈസ്. അപ്പം പലപ്പോഴും നമുക്കിപ്പോൾ രാവിലെ ഒരു ഓട്ടം കാണും, അത് കഴിഞ്ഞിട്ട് ഇവിടെ വെറുതെ ഇരിക്കുമായിരിക്കും. അപ്പം ഞാൻ പറയും ജോബിന് എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ, നമുക്ക് ഫ്രണ്ട്സൊക്കെ ഇല്ലേ, നീ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുന്നു വല്ല മോളിലോ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് അതൊക്കെ വാ, നമുക്കിനി വൈകുന്നേരം ഹൻസിനെ വിളിക്കാൻ പോകുന്ന ഓട്ടോയിലേ ഉള്ളൂ, പോയിട്ട് വാ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അവർ എനിക്ക് എവിടെ ഇങ്ങനെ ഇല്ല എങ്ങും പോകാൻ, ഞാനിവിടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഹി വാസ് ലൈക്ക് വെരി സ്വീറ്റ്ലി ഓൾവേസ് ലൈക്ക് ഹിയർ യുനോ. അപ്പം ഞാൻ ആലോചിക്കും ഇവൻ്റെ അകത്തുള്ളൊരു സോൾ എന്ന് പറയുന്നത് മസ്റ്റ് ബി എ വെരി ഓൾഡ് പേഴ്സൻ്റെ സോളായിരിക്കാം. രാവിലെ വരുമ്പോൾ തന്നെ അവൻ എന്നും ചായ വേണം. അപ്പോൾ രാവിലെ ചായ ഇട്ട് ജോബിൻ്റെ ചായ, ഇപ്പോൾ ജോബിൻ വന്നാൽ ഒട്ടനെ ഞാനിപ്പോൾ മുകളിൽ നമ്മളെ കിച്ചൺ അന്വേഷണം വിളിച്ച് പറയുമോ വേഗം ജോബിന് ചായ എടുത്ത് കൊടുക്കും. സോ ജോബിന് ഒരു ചായ കുടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ഇന്നത്തെ യങ് പിള്ളേർക്കൊന്നും വലിയ ചായയോടൊന്നും വലിയ താല്പര്യമില്ലല്ലോ, എല്ലാവർക്കും ബാക്കി സാധനങ്ങൾ. അപ്പോൾ ഈ വാസ് എ വെരി സ്വീറ്റ് ബോയ്. പുറത്ത് ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല, എന്തായാലും വീട്ടിൽ എന്തെങ്കിലും കിട്ടിയാൽ മതി. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു. അങ്ങോട്ട് മിസ്സും ഒട്ടും പക്ഷെ അവൻ നന്നായി വരട്ടെ, എൻ്റെ ലൈഫിൽ നന്നായിട്ട് വരട്ടെ. പിന്നെ ഇപ്പോൾ ഹൻസുവിനെ കൂടെ ഒന്ന് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒന്ന് സെറ്റാക്കണം. കൂട്ടത്തിൽ പറ്റിയായിരിക്കും. ഞാനും ഹൻസും കൂടെ ഓടിച്ചാൽ പിന്നെ നമുക്കൊരു ഫുൾ ടൈം അങ്ങനെ എപ്പോഴും ഡ്രൈവറുടെ ആവശ്യം കൂടി വരുന്നില്ല. എന്നാലും ലൈക്ക് ഐ റിയലി മിസ് ഹിം. ആൻഡ് എനിക്ക് വീഡിയോസ് എടുത്ത് തരല്ലേ, എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ വരുന്നതും ഹി വാസ് വെരി. എത്ര നമ്മൾ ഒരു പണി കഴിയുമ്പോൾ ഒരു പണി വീണ്ടും ഒരു പണി കൊടുത്തുകൊണ്ടിരുന്നാലും അവനൊരു ഒരു മുഷിവും ഇല്ലായിരുന്നു കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഓട്ടം കേട്ട് നിൽക്കും, പെട്ടെന്ന് ഓസി വിളിക്കുന്നത്, ഓസിയുടെ ജ്വല്ലറി കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്, അതൊന്ന് കളക്ട് ചെയ്ത് ഓഫീസിൽ കൊണ്ട് കൊടുക്കണം. അതൊക്കെ നട്ടുച്ച സമയത്തായിരിക്കും അതൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നിങ്ങനെ റിലാക്സ് മൂഡിൽ അവൻ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പറയണം. പക്ഷെ അപ്പോഴൊന്നും അവൻ ഒരിക്കലും ഒരു ഇഷ്ടക്കുറവ് കാണിക്കത്തില്ല. ചിരിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നു, ഓസിയുടെ അവിടെ നിന്ന് എടുക്കുന്നു, കൊണ്ടു കൊടുക്കുന്നു, വരുന്നു. ആൻഡ് എവറിത്തിങ് വാസ് ലൈക്ക് ഹി വാസ് റിയലി സോ ഗുഡ്, വെരി സ്വീറ്റ് ബോയ്. ഐ എം റിയലി ഗോയിങ് ടു മിസ് ഹിം. സോ ഇന്ന് അവൻ ഇല്ലാതിരുന്നത് കൊണ്ടാണ്, അവൻ പോകാൻ പോകുന്നു എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ നേരത്തെ ഉറക്കം പോയത്, ഞാൻ ചാടി എണീറ്റത്. ഈസ് ഹിയർ വിത്ത് അസ് ഫോർ 2 more days. ഇനി ഡാഡിയെ വിട്ടിട്ട് വന്നിട്ട് വേണം ഓസിയൊക്കെ വിളിക്കാൻ പോകാനായിട്ട്, ഓസി അശ്വിനെയും. അവരിതുവരെ എന്നെ വിളിച്ചില്ല. അവരല്ലെങ്കിൽ ഒരു നേരം ആകുമ്പോൾ വിളിക്കും, ലഞ്ചായോ, എന്താണ് സ്പെഷ്യൽ, ഗീ റൈസും ചിക്കനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്കവാറും മറന്നു പോയിട്ടുണ്ടാവും. ഇന്നത്തെ ഗീ റൈസും ചിക്കനും അടിപൊളിയായിട്ടുണ്ട്. ഐ തിങ്ക് ഇന്നായിരിക്കും ലാസ്റ്റായിട്ട് ഞാൻ മുകളിൽ മറ്റേ സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്ത് ലാസ്റ്റ് വെക്കുന്നത്. താഴോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യണം, ഇനി എല്ലാം സെറ്റാക്കണം. കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. ഞാൻ അർജുനോട് പറയും, അർജുൻ ആ ഗ്യാസിൻ്റെ ആ സാധനം ഒന്ന് ഫിക്സ് ആക്കി നമ്മൾ താഴെ കിച്ചൺ യൂസ് ചെയ്യണം. അപ്പോൾ അർജുൻ ചോദിക്കാം, അമ്മു ചേച്ചി എന്ന് വരും. അമ്മു ചേച്ചി എന്തിനാ? അല്ല, അമ്മു ചേച്ചി വന്നിട്ട് എനിക്ക് കിച്ചൻ്റെ വീഡിയോ എടുക്കണം. നമ്മൾ അയ്യടാ, നീ അമ്മു ചേച്ചി വരാൻ വേണ്ടിയാണോ നമുക്ക് അത് ഫിക്സ് ആക്കാതിരിക്കുന്നത്? അമ്മുൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിക്കുക, ശ്രീയന്ത നിവേദയുടെ കൂടെ അമ്മു ഒരു ട്രിപ്പ് പോയിക്കുക, ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്. ഗെസ് വെയർ? അമ്മു സൂം വീഡിയോ ഇടുമായിരിക്കും, വ്ളോഗ് ഇടുമായിരിക്കും. അപ്പോൾ അമ്മു ചേച്ചി വരാൻ വേണ്ടിയാണ് അർജുൻ ലാസ്റ്റ് പണി തീർക്കാതെ അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് ഇഷാനി ഞാനും പറയും, അത് പറ്റത്തില്ല കേട്ടോ, നമുക്ക് പണി തുടങ്ങാം, അവനോട് അതൊന്ന് ഫിക്സ് ആക്കാൻ പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. ഇനി സെറ്റിങ് എവറിത്തിങ് ബാക്ക് ടു ദ കിച്ചൺ ഈസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് ടാസ്ക്. ജോബിനുണ്ടായിരുന്നെങ്കിൽ എന്നെ കുറേ ഹെൽപ്പ് ചെയ്യേണ്ടതായിരുന്നു. അവിടെ ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ അവിടെ അടുപ്പൊക്കെ വെച്ചപ്പോൾ കുറേ കബേർഡൊക്കെ ഇങ്ങോട്ടൊക്കെ, അതൊക്കെ അന്ന് ജോബിനും
ബിനീഷും കൂടെയൊക്കെയാണ് അത് മാറ്റാനും വെക്കാനും ഒക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ ജോബും കാണത്തില്ല, കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വെരി ഹോട്ട്. ഇന്നലെ ഭയങ്കര ഒരു മഴ പെയ്തു കേട്ടോ. പക്ഷെ എന്നാലും ഇന്ന് വെരി ഹോട്ട്. മൈ നെയ്ബർ വാനതി, പുള്ളിക്കാരി കുറേ നാളിന് ശേഷം വന്നിട്ടുണ്ട്. എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഡോറൊക്കെ തുറന്ന് കിടക്കണ കണ്ട് ഐ ഫീൽ വെരി വെരി ഹാപ്പി. ബട്ട് ഷീസ് ഗോയിങ് ടുമോറോ. ഐ എം സാഡ്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ. പിള്ളേർ ഇഷാനിയും ഹൻസും കഴിക്കാൻ പോകുന്നു. ഇനി ഓസിയൊക്കെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. ഓക്കെ. കുമാരിയും സഫീലയും ഇവിടെ കുറേ ക്ലീനിങ് നടക്കുക. ഹലോ. ഇന്ന് ചിക്കൻ ആയതുകൊണ്ടൊന്ന് മീനില്ലാത്ത ദിവസം. മീനില്ലെങ്കിൽ ഇവർക്ക് വലിയ വിഷമം. നമ്മുടെ കഴിഞ്ഞ ആഴ്ച കാശ്മീരിൽ നടന്ന പെഹൽഗാമിൽ നടന്നത് ഭയങ്കര കഷ്ടമായിപ്പോയി അല്ലേ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു സംഭവം. അമ്മു ഫസ്റ്റ് ടൈം കാശ്മീരിൽ പോയപ്പോൾ ഈ സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പ്രാവശ്യം പോയപ്പോൾ അവിടെ പോകാത്തത്, ഞങ്ങൾ പോയത് വിന്ററിലായിരുന്നു. ആൻഡ് സ്പ്രിങ്ങിലാണ് അവിടെ കുറച്ചുകൂടെ ഒരു ഗ്രീനറി. ആൻഡ് അങ്ങോട്ട് എത്തണമെങ്കിൽ നമുക്ക് കുതിരപ്പുറത്ത് പോകണം, നടന്നോ കുതിരപ്പുറത്തോ പോകണം. അപ്പോൾ കുതിരപ്പുറത്ത് പോകണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അയ്യോ വേണ്ട എന്നുള്ള ഒരു ഇത്. എന്നാലും ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ പോയെങ്കിൽ തീർച്ചയായിട്ടും പോയേനെ. അവിടെ അമ്മ പറയുന്നുണ്ടായിരുന്നു നല്ല സ്ഥലമാണ്, നമുക്ക് പോകണം. എനിവേ വാട്ട് എവർ ഹാപ്പൻ വാസ് ലൈക്ക് എക്സ്ട്രീംലി അൺഫോർച്ചുനേറ്റ്. അങ്ങനെ സംഭവിക്കാനേ പാടില്ലായിരുന്നു. നമ്മളൊക്കെ ഇപ്പോൾ ലാസ്റ്റ് 2 പ്രാവശ്യം പോയിരുന്നല്ലോ കാശ്മീരിൽ. എന്തുമാത്രം ആ ഒരു സ്ഥലം നമുക്ക് സേഫായി തോന്നി എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ കൂടി പറ്റില്ല. വി ഫെൽറ്റ് ദാറ്റ് പ്ലേസ് എക്സ്ട്രീംലി സേഫ്. അവിടെ നമ്മുടെ കൂടെ വന്ന ഗൈഡ്സ് അവരായാലും നമ്മുടെ ഡ്രൈവർ, നമ്മുടെ മൻസൂർ ഭായി, പിന്നെ നമ്മൾ എവിടെ ഈ അവിടെ ഹോൾ 2 പ്രാവശ്യം നമ്മൾ പോയ കാശ്മീർ ട്രിപ്പിലും നമ്മളൊരു ലേഡീസ് മാത്രമുള്ള ഗ്രൂപ്പായിരുന്നു 2 പ്രാവശ്യം. നമുക്ക് ഒരു ഇൻസിഡൻറ്റ് പോലും നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും നമ്മളൊരു സൈറ്റ് സീയിങ് സ്ഥലത്തൊരു ക്യൂ നിൽക്കുമ്പോഴോ അങ്ങനെ ഒരിക്കൽ പോലും നമുക്ക് ഒരു മോശപ്പെട്ട ഒരു അറ്റ്ലീസ്റ്റ് ഒരു നോട്ടം കൊണ്ട് പോലും മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെയുള്ള ഒരാളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ പോസിറ്റീവ് പ്ലേസ്. ആൻഡ് അവിടെ വരുന്ന ഗസ്റ്റുകളെ അത്ര നന്നായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അവർ. ഇപ്പം നമ്മളെ യൂസ് ചെയ്യൽ, ഇപ്പം നമ്മളെ പറ്റിച്ച് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ നോക്കുക, അങ്ങനെയൊന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡേ ഇല്ലായിരുന്നു. ദേ വർ ഓൾ നൈസ്, ദേ വർ ഓൾ വെരി കൈൻഡ് ആൻഡ് ഇൻവൈറ്റിങ് അസ് ഓവർ. നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളോട് ഓടിയപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾത്താപ്പ പുള്ളിയൊക്കെ ഇത്തവണ പുള്ളിയല്ല നമ്മുടെ വണ്ടി ഓടിക്കാൻ വന്നത്. പുള്ളിക്ക് വരൂ, വീട്ടിൽ വരൂ. വെരി സാഡ് വി ആർ നോട്ട് ഏബിൾ ടു ഗോ ദർ ഫോർ ഹാവിങ് ഫുഡ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഓസിയൊക്കെ പോയപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർ ഭയങ്കര വെൽക്കമിങ് ഒരു ഗ്രൂപ്പാണ്. ആൻഡ് ഈ ഒരു വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. നമ്മൾ പണ്ട് പെഹൽഗാമിൽ പോയപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കാറ് നിർത്തിയിട്ട് നടന്ന് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത്, അന്ന് നമ്മുടെ ഒരു ഡ്രൈവർ കാറിനോട് നിന്നു. നമ്മുടെ കൂടെ മൻസൂർ ഭായി, നമ്മുടെ കൂടെ നമ്മൾ അക്രവും കൂടെ നമ്മുടെ കൂടെ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ കുറേ ഉള്ളിലോട്ടൊക്കെ പോയി. വെറും ആരുമില്ല, വേറെ മനുഷ്യന്മാരെയൊന്നും നമ്മൾ കാണത്തില്ല. ഈ ചെടിയും മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് അങ്ങനെ പോയി. നമ്മൾ അവിടെ പോയിട്ടാണ് കശ്മീർ മേ ടു കന്യാകുമാരി എന്ന് പറഞ്ഞ ഒരു ഡാൻസിൻ്റെ റീലിൻ്റെ ഒരു പോർഷൻ ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഓൺ ദ സ്പോട്ട് കൊറിയോ ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഇഷാനി പറയുന്നു 5 മിനിറ്റ് സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുന്നത് ആ ഒരു ഏരിയ ചെയ്തത്. അപ്പോൾ ആ സ്ഥലത്തോട്ടൊക്കെ നമ്മൾ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മളിപ്പോൾ അവിടെ വേറെ ആരും ഇല്ല. അപ്പം നമ്മുടെയൊക്കെ തലയിലെടുത്താൽ നല്ലതായതുകൊണ്ടല്ലേ അവിടെയൊന്നും ആരും ഒന്നും വരാത്ത. ഐ ഫീൽ സോ 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 സാഡ് ഫോർ ഓൾ ദ ടൂറിസ്റ്റ്. ഇതിലകപ്പെട്ട് പോരാ മരിച്ചവർ, അവരെ കൂടെ നിന്നവർ, അത് കണ്ടവർ, ആ ഒരു ട്രോമ. ഇവൻ അന്ന് അവിടെ കടകളിട്ടിട്ട് ഇരിക്കുന്ന കാശ്മീരികൾ, കുതിരകളെയും കൊണ്ടുവന്ന ആൾക്കാർ, ആ ഹോൾ ലോട്ട് ഓഫ്, എനിക്ക് തോന്നുന്നു 26 പേര് മരിച്ചപ്പോൾ അവിടെ ഓൺ ദ ഹോൾ ചിലപ്പോൾ ഒരു 100 പേരുണ്ടായിരുന്നു, 100 പേര്. ഈ എല്ലാ ആൾക്കാരുടെയും ലൈഫ് ലോങ് ഒരു ചിന്തിക്കുമ്പോൾ ഒരു വലിയ ട്രോമയാണ് ആ ഒരു ഇൻസിഡൻറ്റ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇറ്റ്സ് വെരി സ്കെയറി.
കാശ്മീരിൽ ഞാനൊക്കെ ആക്ച്വലി യൂഷ്വലി നമ്മൾ എവിടെ പോകുമ്പോഴും ഞാനിങ്ങനെ നോട്ടീസ് ചെയ്യും, എവിടെ പോയാലും മിലിറ്ററിയുടെ ആൾക്കാരെ കാണാറുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ഓരോ ടേണിങ്ങിൽ ഇങ്ങനെ നമ്മൾ എവിടെ പോകുമ്പോഴും തോക്കും പിടിച്ച് അവർ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ അവർ നോക്കി ഒരു വീൽ സ്മൈൽ, വീൽ നോട്ട് അറ്റ് ദം ആൻഡ് വി ഫീൽ ഹാപ്പി ആൻഡ് സേഫ്, യുനോ. ഓക്കെ, ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഇനി ഒരിക്കലും കാശ്മീരിലൊക്കെ ഇതുപോലെ തീവ്രവാദികൾ ഇങ്ങനെ തോന്നുന്ന പോലെ വന്ന് ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും എന്നൊക്കെ ഐ നെവർ ഈവൻ ഇമാജിൻഡ്, യുനോ. ഐ തോട്ട് ഇറ്റ്സ് ഓൾ ഓവർ, ഇറ്റ്സ് ഓൾ സേഫ്. ഇനി സിനിമകളിലും കഥകളിലും ഒക്കെ നമ്മൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണും. റിയൽ ലൈഫിൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി സേഫ് ഫോർ എവറിബഡി ടു ട്രാവൽ. കാരണം നമ്മൾ പലയിടത്ത് പോയിട്ടുണ്ടെങ്കിലും കാശ്മീരിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫീലാണ്. നമ്മൾ ഓരോ പ്രാവശ്യം അവിടെ പോയിട്ട് വരുമ്പോഴും സ്റ്റിൽ വി ജസ്റ്റ് ലീവ് സോ മച്ച് മോർ, യുനോ. നമുക്ക് ഇനിയും പോകണം. നമ്മൾ സോണാമാർഗ് അവിടെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇനി നമുക്ക് എവിടെ പോകണം? ആക്ച്വലി ഈ ഒരു സീസണിൽ സ്പ്രിങ്ങിൽ നമുക്കൊക്കെ പോകണം എന്ന് സുലു ഹസീനൊക്കെ നമ്മളോട് പറഞ്ഞതാണ്. പിന്നെ നമുക്കത് അങ്ങോട്ട് പ്രാക്ടിക്കൽ ആയില്ല. എന്നാലും ഐ റിയലി അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഐ ഹോപ്പ് ഇറ്റ് നെവർ ഈവൻ ഹാപ്പൻ. ഇനിയിപ്പോൾ എന്തൊക്കെ ഇഷ്യൂസാണ്, വെരി വെരി എനിക്കത് ഇമാജിൻ ചെയ്യാൻ പോലും വയ്യ. നമ്മളൊക്കെ നിൽക്കുമ്പോഴാണ് ഇതുപോലെയൊക്കെ തീവ്രവാദികളൊക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ ആരോ പറയുന്ന കേട്ട് ഇങ്ങനെ ആദ്യത്തെ തോക്ക് വെടിവെക്കുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും തോന്നുന്നു ആർമിക്കാർ പ്രാക്ടീസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും മോക്കിയെന്നാണ്, ഒരു ഈ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമോ? അല്ലെങ്കിൽ പാവപ്പെട്ട ടൂറിസ്റ്റുകളുടെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ്, അല്ലേ? എന്തായാലും അവർ വെറുതെ ഒരു ടെറർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി കുറേ നാളത്തേക്ക് അങ്ങോട്ട് ടൂറിസ്റ്റിനൊക്കെ പോകാനൊരു പേടിയും മടിയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ധൈര്യമായിട്ട് പോകാം. അത്രത്തോളം അവിടെ പോലീസും ആർമിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ബിക്കോസ് വർഷങ്ങളോളം കാശ്മീരിലോട്ട് പോകുന്നു എന്നുള്ളത് വളരെ കോമണേ അല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. എവ്രിബഡി ഹാഡ് ലിറ്ററലി സ്റ്റോപ്പ് ഗോയിങ് ദർ. ഈ കോവിഡിനൊക്കെ ശേഷമാണ് എല്ലാവരും പോയത്. ആൻഡ് നമ്മളൊക്കെ ഒന്ന് പോയതിനു ശേഷം ഐ തിങ്ക് നമ്മൾ ഒരുപാട് പേർക്ക് ഇതുപോലെ ഒരു ഇത് കൊടുത്തു, ഒരു എന്താണ്, ഒരു കമോൺ ലെറ്റ്സ് ഗോ എന്നുള്ളൊരു മൂഡ് കൊടുത്തു ലേഡീസിനൊക്കെ ഒന്ന് പോകാനേ. നമ്മൾ പോയപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് വെരി സേഫ് ഫോർ ലേഡീസ് ടു ട്രാവൽ. ആൻഡ് നമ്മുടെ മൻസൂർ ഭായ് പോലെയൊക്കെ ഉള്ള ആൾക്കാർ കൂടെ വരാൻ ഭയങ്കര സേഫ്. ലൈക്ക് ദേ ലൈക്ക് സോ ഗുഡ്, യുനോ, സോ ഗുഡ്. നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ കൂടെയൊക്കെ വരുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ദേ ലൈക്ക് സോ ഗുഡ്. നമ്മൾ ഈ പുറത്ത് രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ ഇതുപോലെ ഇന്ത്യൻ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ഹെൽപ്പാണ് കിട്ടുന്നത്. മറ്റു പലയിടത്തും പോകുമ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടാറേ ഇല്ലല്ലോ. എനിവേ, വാട്ട് എവർ ഹാപ്പൻഡ്, വെരി 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 സാഡ്, ആൻഡ് my heart goes out to all the people who were there and who lost their life and who lost their loved ones. And very sad, our young bride and പുള്ളിക്കാരുടെ ഹസ്ബൻഡ്. എനിക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ലൈക്ക് വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ? അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. വെരി സാഡ്. നല്ല ചൂട് കേട്ടോ. ഓസിയൊക്കെ വിളിക്കാൻ പോയി ജോബിന്, അവരിപ്പോൾ വരും. എൻ്റെ ഫോണിൽ ആരോ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ കോളൊന്ന് എടുത്തോട്ടെ. ആ കോള് നമ്മുടെ നാഗമ്മ അമ്മയുടെ മോള് വിളിച്ചത്. നാഗമ്മ അമ്മ ഞാൻ പണ്ട് കുറേ നാൾ മുന്നേ ഉള്ള എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രസവത്തിന് കുളിപ്പിക്കുകയും കുട്ടികളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു അമ്മമ്മ. പുള്ളിക്കാരിക്ക് വയസ്സായി. ഹാർട്ടിൻ്റെ ഒക്കെ ഒരു വാൽവ് മാറ്റുന്നൊരു സർജറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സുഖമില്ലാതിരിക്കും. ഞാൻ പണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ വെറുതെ പ്രോമിസ് ചെയ്തിരുന്നായിരുന്നു കേട്ടോ, നാഗമ്മ അമ്മയെ കൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിപ്പിക്കണം എന്ന്. അന്ന് പുള്ളിക്കാരിക്കും വലിയ എന്തൂസിയാസം ആയിരുന്നു സംസാരിക്കും. എന്നോട് എപ്പോഴും ചോദിച്ചു മക്കളെ വീഡിയോ എടുക്കണേ. ഞാൻ പറഞ്ഞു അമ്മ പറയാം, ഒരു ദിവസം നമുക്ക് വീട്ടിൽ പോയിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞു. ചില സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും വിൽ ജസ്റ്റ് മേക്ക് പ്രോമിസസ്, ഓൾസോ ഇറ്റ് നെവർ ഹാപ്പൻസ്. അപ്പോൾ പുള്ളിക്കാരിക്ക് സുഖമില്ല, കുറച്ച് നാളായിട്ട് സുഖമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പോയപ്പോഴും കുറച്ച് വയ്യായിരുന്നു. ആൻഡ് സംസാരമൊന്നും അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒരു വീഡിയോ ഒന്നും അമ്മയെ കൊണ്ട് ഇനി എടുക്കാൻ പറ്റില്ല. അതുപോലെ ഒന്നും ഓർത്ത് കാര്യങ്ങളൊന്നും ഇനി സംസാരിക്കേണ്ട ഒരു വിഷയം പറ്റത്തില്ല. ഈ അടുത്ത് ഓസി ചോദിക്കരുത്, നാഗമ്മ അമ്മൂമ്മ ഡെലിവറി കഴിയുമ്പോൾ കുളിപ്പിക്കാനൊക്കെ വരാം. ഞാൻ പറഞ്ഞു ഇല്ലടാ, നാഗമ്മ അമ്മൂമ്മയ്ക്ക് ഭയങ്കര വയസ്സായിപ്പോയി, നാഗമ്മ അമ്മൂമ്മയ്ക്ക് ഇനി അങ്ങനെ വരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇനി ഓസിയുടെ ഡെലിവറി കഴിയുമ്പോഴൊക്കെ നമ്മൾ വേറെ എവിടെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിക്കണം. പണ്ട് നാഗമ്മ അമ്മ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വെരി ഗുഡ്, യുനോ. ഭയങ്കര നല്ലതായിരുന്നു എല്ലാ കാര്യങ്ങളും. കുഞ്ഞിനെ കുളിപ്പിക്കുന്ന, നമ്മളെ കുളിപ്പിക്കുന്നതായാലും എനിക്ക് ഡെയിലി കഴിക്കാനുള്ള മരുന്നുകളെ കുറിച്ചായാലും വളരെ നോളേജ് ഉള്ളൊരു ലേഡിയായിരുന്നു. ഈ ട്രിവാൻഡ്രത്തൊക്കെയുള്ള ഒരുപാട്
ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെയൊക്കെ വീടുകളിൽ പ്രസവം എടുക്കാൻ പോയിട്ട് പലയിടത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നോളേജും കൂടെ അവരിങ്ങനെ യൂസ് ചെയ്യുമായിരുന്നു. ഷീ വാസ് ലൈക്ക് വെരി ഗുഡ്, ഭയങ്കര നല്ലതായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ തന്നെ എൻ്റെ 4 പ്രസവം, എൻ്റെ അനിയത്തിയുടെ പ്രസവം എത്ര ചെയ്തിട്ടുണ്ട്. വെരി നൈസ് ലേഡി. അത്യാവശ്യം നാഗമ്മയ്ക്ക് നല്ല ഏജുണ്ട്. ആൻഡ് ഹാർട്ട് ഓപ്പറേഷനും എല്ലാം കഴിഞ്ഞതാണ് പാവം. ഇനി 1-2 ദിവസത്തെ ടു ഗോ ആൻഡ് സീ ഹർ. നാഗമ്മയുടെ ഒരു പ്രത്യേകത, പണ്ടൊക്കെ ഞാനും അപ്പച്ചി അങ്ങനെ ഇരിക്കുമ്പോൾ നാഗമ്മയുടെ കാര്യം അപ്പച്ചി പറയും, അയ്യോ നാഗമ്മയെ കണ്ട് ഒരുപാട് നാളായല്ലോ. അപ്പം ഞാനും പറയാം, കുറേ ദിവസമായല്ലോ എന്ന് പറഞ്ഞാൽ അന്നോ പിറ്റുന്ന ആളിവിടെ എത്തും. അത് 1-2 പ്രാവശ്യമില്ല, അതൊരു 50 പ്രാവശ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നിപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ അമ്മയ്ക്ക് നടക്കാനും വരാനും വയ്യാത്തൊരവസ്ഥയാണ്. പണ്ട് അത്യാവശ്യം ആരോഗ്യമുള്ള ദിവസം നമ്മളിങ്ങനെ എന്തെങ്കിലും പറയും, നെക്സ്റ്റ് ഡേ ഓട്ടോറിക്ഷയിൽ ആളിവിടെ എത്തും. അപ്പം പറയും, അയ്യോ അമ്മ നമ്മൾ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ കാര്യം, നിങ്ങൾ കറക്റ്റാണ് വന്നല്ലോ എന്നിങ്ങനെ പറയും. അഫ്റ്റർ എനിവേ ഗോ ആൻഡ് മീറ്റ്. ഈ ഓസി എന്താ എത്താത്തേ? കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓസി വന്നതാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇന്ന് അറിയായിരുന്നോ ഞാൻ ഇന്ന് ഇതാക്കും എന്നറിയായിരുന്നോ? ഇന്നലെ എന്ത് പ്ലാൻ ഉണ്ടായാലും അത് ക്യാൻസൽ ചെയ്തെന്ന് വന്നു. ഞാൻ ഇന്നലെ എനിക്കറിയായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങുമ്പോഴേ നെയ്ച്ചോറ് വിചാരിച്ച. ഇത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. വർഷങ്ങളൊന്നും ഇല്ല, കുറേ ദിവസമായി നമ്മൾ ട്രിപ്പ് പോയിട്ട് പിന്നെ ആക്കിയില്ല. ഈ വർഷത്തെ ആദ്യമായിട്ടാണല്ലേ? ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ ആദ്യമായിട്ടാണ്. സൂപ്പർ. ഓക്കെ, താങ്ക് യു. മാംഗോ മാങ്ങ വെട്ടിത്തരാം. ഓസി ഗീ റൈസ് ആണോ പ്ലെയിൻ റൈസ് ആണോ? പ്ലെയിൻ റൈസ്, കേരള റൈസ്. ഇപ്പോൾ ഓസിക്ക് ഇപ്പോൾ കേരള റൈസ് ആണ് ഇഷ്ടം. അശ്വിന പൊന്നി, എനിക്ക് പൊന്നി. ഗീ റൈസ് കൈമ റൈസ്. ഈ കേരള റൈസ് എനിക്ക് ഞാൻ വലിയ ഫാനല്ല. അത് നല്ലൊരു സാമ്പാർ ഉണ്ടെങ്കിൽ, ചെമ്പാ റൈസ് നല്ല സാമ്പാർ ഉണ്ടെങ്കിൽ അത് കൊള്ളാം. അല്ലെങ്കിൽ എല്ലാം കറികളോടും ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് ആ പൊന്നി റൈസാണ്. എനിക്കും പൊന്നി റൈസ് ബ്ലെൻഡ് ആവും. അതാ ഇവർ കാണുന്ന പുതിയ സീരീസ്. ഓ നന്നായി. നിൽക്കുന്ന മരത്തിന്റെ പേരെന്താ? മാംഗോസ്റ്റീൻ. എത്ര കായുണ്ടെന്ന് എണ്ണീട്ട് പറയോ? 5? അയ്യോ കൊറേ പ്രാവശ്യം കാച്ചു. ചോദിക്കാനോട് ആ പൂച്ചയുടെ പേര് അതാണ്. അവരെ പൂച്ചയ്ക്ക് വലിയ പേടിയൊന്നുമില്ല. അതിന് വലിയ പേടിയൊന്നുമില്ല മനുഷ്യരെ. അതുപോലെ പച്ച സാധനം വന്നു. ഇനി 2 മാസം. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഞാൻ ഏപ്രിൽ ജൂണൊക്കെ നല്ല ഹെയർ സ്റ്റൈൽ നല്ലല്ലേ? ഇഷ്ടം. എനിക്ക് മുടി വെട്ടിയതാണ് ഇഷ്ടം. മുടി വെട്ടി കഴിഞ്ഞ 4 ദിവസം കഴിഞ്ഞ ഒരു ലുക്ക് ഉണ്ട്, അതാണ് എനിക്ക് ഇഷ്ടം. ഓ അങ്ങനെ one of the last few days with ജോബിൻ നമ്മളെ മിസ് ചെയ്യോ? മിസ് ചെയ്യോ? ആരെയൊക്കെ മിസ് ചെയ്യും? എല്ലാരും മിസ് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് ലണ്ടനിൽ വെച്ച് കാണാല്ലേ? അപ്പൊ ഇന്ന് സൺഡേ. ജോബിന് എത്ര ദിവസം കൊണ്ടുണ്ട്? മൺഡേ ട്യൂസ്ഡേ അല്ലേ? വെനസ്ഡേ പോണം. അങ്ങനെ ജോബിൻ ഇന്ന് പോകും നാളെ പോകും എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നെങ്കിൽ അത് നീണ്ട് ഇത്രയും നാൾ വന്നു. ഈ നമ്മുടെ കൂടെ ജോബിൻ വന്നതിന് ശേഷം ജോബിന്റെ കോഴ്സ് ചെയ്തു, അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി, എക്സാം എഴുതാൻ പോയി. എല്ലാം നല്ല മാർക്ക്. നല്ല പഠിക്കണ കുട്ടിയാണ് കേട്ടോ, നല്ല പഠിക്കണ കുട്ടി, നല്ല അച്ചടക്കമുള്ള വളരെ നല്ല കുട്ടി.
ഞാൻ എവിടെയെങ്കിലും നീ കറങ്ങാൻ പോകുന്നു, എവിടെയെങ്കിലും പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയും പോകത്തില്ല. ഞാൻ പറയും എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങിയിട്ട് പോവാം, ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ, സിറ്റിയിലൊക്കെ പോയി കറങ്ങിയിട്ട് പോവാം, ഒരുപാട് സമയമില്ലേ എന്നൊക്കെ ചോദിച്ചാലും ഇവ അവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കും, വീട്ടിൻ്റെ അവിടെയൊക്കെ നിൽക്കും, ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ നിൽക്കും. വെരി നൈസ് ബോയ്. ഈ പ്രായത്തിലുള്ള ആൺകുട്ടികൾ നമുക്ക് ഇത്രയും നല്ല പിള്ളേരെയൊന്നും അങ്ങനെ കിട്ടാനില്ലാത്തൊരു കാലമാണത്. ഇറ്റ്സ് എ വെരി ഗുഡ് ബോയ്. സോ ഐ എം ഷുവർ ഹി വിൽ ഡു വെൽ ഇൻ ലൈഫ്. അല്ലേ? സേ യെസ്. Yeah, I'll do well in life. ഇന്ന് പെട്ടെന്ന് ഒരു മഴയൊക്കെ വന്നു. അപ്പോൾ ഇന്ന് എനിക്ക് വേറൊരു ഷൂട്ടിൻ്റെ സംഭവം ഉണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. അപ്പോൾ മറ്റേ ജസ്റ്റ് ഒന്ന് ഇവൻ വന്നതുകൊണ്ട് ഇവൻ്റെ കൂടെ മഴയൊക്കെ പെയ്യുമ്പോൾ കാറിലൊരു ഡ്രൈവ്, അങ്ങനെ ഒന്ന് സ്പ്രിങ്ങിലും സ്റ്റൈൽ പ്ലസിലും നമ്മൾ സ്ഥിരം പോണ കടകളിലൊക്കെ ഓടി ഒന്ന് പോയിട്ട് നാളെ രാവിലെ ജോബിൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഹോസ്പിറ്റലൊക്കെ പോകണം. മോർണിംഗ് വരില്ല, നാളെ ഈവനിങ് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകാൻ വരും. അപ്പോൾ എന്തായാലും ഞാൻ വെച്ചാൽ കുറച്ച് നേരം എനിക്കൊന്ന് 1-2 സാധനങ്ങൾ വാങ്ങാണ്ട് ഒന്ന് പോയി ഇവന് വേഗം ഇവന് 5 മണിക്ക് മുമ്പ് വീടെത്തണം തുടങ്ങിയോ. 5 മണിക്ക് മുമ്പൊക്കെ വിടാം, നമുക്ക് വേഗം പോയി ഒരു ഓട്ടം ഓടിയിട്ട് നീ വരാം. ഇന്നലെ എൻ്റെ അമ്മ കരയുമായിരുന്നു ഇവൻ പോണോണ്ട്. പറയുന്നത് അയ്യോ ജോബൻ പോയാൽ ഇനി നമ്മുടെ കൂടെ ആര് വരും, നമ്മളെ കൂടെ ചേട്ടൻ്റെ കൂടെ ഇനി ആശുപത്രിയിൽ ആര് പോകും. ലൈക്ക് ജോബിന് എല്ലാവരുടെ കാര്യങ്ങളും എല്ലാം കാണേണ്ട ഡോക്ടേഴ്സിനെയും എല്ലാം അറിയായിരുന്നു. സോ ലൈക്ക് ഇറ്റ് വാസ് വെരി 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 കൺവീനിയൻറ്റ് ഫോർ മീ. എനിക്ക് ഭയങ്കര റിലീഫായിരുന്നു. സോ ഐ റിയലി വാണ്ട് ടു മിസ് ദിസ് ബോയ്. അപ്പോൾ ഇനി നമുക്ക് സ്പ്രിങ്ങിൽ പോവാം. ജോബിൻ്റെ കൂടെയാണ് ഞാനിവിടെ സ്റ്റൈൽ പ്ലസിൽ വന്നിട്ട് മാക്സിമം ഗെയിംസ് കളിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ചാൻസ് ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് ഗെയിം കളിപ്പിക്കാം. കീ അവിടെയാണോ? ഓക്കെ ഓക്കെ. എത്നിക് വീവ്സ് ചൂട് കൂടിയോണ്ട് കോട്ടൺ കുറച്ച് ഫ്രോക്സ് തയ്ക്കാൻ മെറ്റീരിയൽസ് എടുത്തു. ഞാനെല്ലാം ഇവിടെ സരിതയ്ക്ക് വിട്ടു കൊടുക്കും. ഏതെങ്കിലും എടുത്ത് എന്തെങ്കിലും കാട്ടിക്കുമെന്ന് പറയും. സരിത പറയും ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ചെയ്യാം. പിന്നെ ഒരു റെഡ്, ഒരു ബ്ലൂ. നമ്മൾ ഇതെടുത്തോ ഫ്രോക്കിന്? 4 ഫ്രോക്കോ? ഓ ഓക്കെ, അപ്പം ശരി. ഓക്കെ. അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ആക്ച്വലി കുറേ നാൾ മുന്നേ ഇവിടെ തയ്പ്പിച്ചൊരു സൽവാർ ഇന്ന് ഞാൻ ഇടാൻ എടുത്തു, കയറുന്നില്ല, ഭയങ്കര ടൈറ്റ്. അപ്പോൾ എനിക്ക് പിടി കിട്ടി. ആ സൽവാർ ഞാൻ തച്ച ആ സമയത്ത് ഒരു പക്ഷേക്ക് കുറച്ചുകൂടെ മെലിഞ്ഞിട്ടുണ്ടാവണം. ഞാൻ അതിനെ ഒന്ന് ലൂസാക്കാൻ കൊണ്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് നല്ല കോട്ടൺ മെറ്റീരിയൽസ് കണ്ടുകൊണ്ട് 3-4 എണ്ണം ഫ്രോക്ക് തയ്ക്കാനായിട്ട് വാങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നാളായിട്ട് എന്നെ എപ്പോഴും കാണുമ്പോൾ ഞാനൊരു സ്ഥിരം ഇടുന്ന 1-2 എണ്ണം ഉണ്ട് കോട്ടൺ. അപ്പം ഞാനിപ്പോൾ ഏകദേശം യൂണിഫോം പോലെയാണത്. അപ്പം നമുക്ക് പോവാം.
ലാസ്റ്റ് ഫ്യൂ ലേറ്റ് നൈറ്റ് ഡ്രൈവാണ്. നല്ല ഡ്രൈവായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കുറേ സമയം എടുത്ത പോലെ തോന്നി. തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് എത്തി. രാത്രി റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് തരാൻ നല്ല രസമാണ് അല്ലേ? എന്താ അതെ മഴയൊക്കെ ആകുമ്പോൾ നല്ല രസം. നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് വരുമായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്നു. ഞാൻ വന്നിട്ട് ടെറസിൽ തുണിയെല്ലാം എടുക്കാൻ പോയി. അതെല്ലാം എടുത്തുകൊണ്ടൊക്കെ വിരിച്ചു. ഞാൻ ഈ സൽവാർ കാശ്മീരിൽ പോയപ്പോൾ ഒരിക്കൽ ഇട്ടായിരുന്നു. ഇന്ന് ആക്ച്വലി ഞാനൊരു പിങ്ക് കളറ് ഇടാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇഷാനിയുടെ സെയിം ഷെയ്ഡായിരുന്നു. ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് സെയിം, വർക്ക് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ രണ്ടും ട്വിൻസ് ആവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇതെടുത്തിട്ട് ഇന്നവിടെ എല്ലാവരും പേസ്റ്റൽ കളറാണെന്ന് പറയുന്നത്. എൻ്റെ ഒരു യെല്ലോയും ഒരു ഓറഞ്ചും ഉണ്ടായിരുന്നു 2 സൽവാറും ഇട്ടിട്ടില്ലാത്ത ഇടാൻ. പിന്നെ ഞാൻ വെച്ചാൽ പേസ്റ്റലാണെങ്കിലും യെല്ലോ ഓറഞ്ചൊക്കെ ഇടുന്നേക്കാൾ ഇതുപോലെ കുറച്ചുകൂടെ സോബർ സൈഡിലുള്ളത് ഇടാമെന്ന് വെച്ചിട്ടാണ് ഇത് എടുത്തിട്ടത്. ഇന്ന് ഭയങ്കര മഴയായിരുന്നേ പകലൊക്കെ. പക്ഷേ വൈകുന്നേരം ആ ഫംഗ്ഷൻ പോയപ്പോൾ വളരെ നല്ല വെതറായിരുന്നു. ഒരു പ്രശ്നമില്ലായിരുന്നു, നല്ലതായിരുന്നു. ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഫാനില്ലാതെ നിൽക്കുന്നു, ഭയങ്കര ചൂട്. അപ്പോൾ ഓക്കെ, 1 more day. നാളെയും കൂടെ ഉണ്ട് ജോബിൽ. നാളെയും കൂടെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് അവസാനിപ്പിക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. വളരെ സണ്ണി ആയൊരു ദിവസമാണിന്ന്. ജോബിൻ വന്നു. ഡാഡിയെ ആസ് യൂഷ്വൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ഇന്ന് ജോബിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ച് ചോദിച്ചു എന്തായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇന്ന് തൊട്ട് ഇനി ഡ്രസ്സ് ചെയ്യണ്ട എന്ന് ഹോസ്പിറ്റലെന്ന് പറഞ്ഞു. മുറിവ് നന്നായിട്ട് ഉണങ്ങി, ഇനി വീട്ടിൽ ചെയ്താൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞു ആഹാ, അവരെങ്ങനെ അറിഞ്ഞ് നാളെ തൊട്ട് നീ കാണത്തില്ല എന്നും ഇതുപോലെ രാവിലെ കൊണ്ടുവരാൻ ജോബിന് കാണത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്തായാലും ഡാഡിയുടെ കാലം തുടങ്ങി. അപ്പോൾ ഇതിന് ഒരു ഡെയിലി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഡെയിലി കൊണ്ടുപോകുന്ന അതിന് ഇനി കുറച്ച് നാളത്തേക്ക് നമുക്കൊരു ഫുൾ സ്റ്റോപ്പാണ്. അല്ലെങ്കിൽ എന്നും ഡാഡിയെ കൊണ്ടുപോകണമായിരുന്നു. ഒരു ദിവസം കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ലൈക്ക് ഡാഡി പലപ്പോഴും ഗാർഡനിലൊക്കെ ഇറങ്ങി നടന്നിട്ട് നനയ്ക്കുകയൊക്കെ ചെയ്യും. അത് നനയ്ക്കാൻ പാടില്ല മുറിവ്. അപ്പോൾ നനഞ്ഞു പോയാൽ വേറെ പ്രശ്നമില്ല, നമ്മൾ തുറന്നിട്ട് അതിനെ ഡ്രൈ ആക്കിയാൽ മതി. പക്ഷെ പുള്ളി ഒരു പക്ഷേ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. എന്നാലും അതൊരു സമാധാനം. ഇപ്പോൾ ജോബിൻ വരും, ഡാഡിയും വരും. എന്നിട്ട് ഡാഡിയെ ഡ്രോപ്പ് ചെയ്തിട്ട് കുറച്ച് കുട്ടി ഷോപ്പിംഗ് ഉണ്ട് എനിക്ക്. ഞാൻ മെയ് ബിഗിനിങ് തൊട്ട് ജിമ്മിൽ പോകാം എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ടിരിക്കുവാണ്. ഞാൻ അമ്മ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് ട്രെയിനേഴ്സുമായിട്ട്. എന്തായാലും പോകണം. പോയില്ലെങ്കിൽ ലൈക്ക് എനിക്കിനി ഒരു എക്സ്ക്യൂസും ഇല്ല പറയാം. ആകെ ഇനി എനിക്കൊരു ജോബിൽ പോകുമ്പോൾ എനിക്ക് പകരം എനിക്കൊരു ഡ്രൈവറെ ഞാൻ ഇതുവരെ ഫുൾ ടൈം എടുത്തിട്ടില്ല. ഇടയ്ക്ക് ബിനീഷ് വന്നും പോയൊക്കെ നിൽക്കുന്നത്. ഐ ഹാവ് ടു ടേക്ക് എ ന്യൂ ഡ്രൈവർ, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഡ്രൈവ്. അതിന് നടക്കുക ഐ ഡോണ്ട് നോ. ഞാനങ്ങ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യാത്ത സ്ഥിതിക്ക് ഐ വിൽ നീഡ് എ ഡ്രൈവർ. സോ അപ്പോൾ എനിക്ക് കുറച്ച് ജിം ക്ലോത്ത്സ് ഒക്കെ ഇച്ചിരി എന്തെങ്കിലും ഒന്ന് വാങ്ങി വെക്കാം. ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഉള്ളതൊക്കെ പണ്ടത്തെ പുരാവസ്തു ഓൾഡ് ഫാഷൻഡ് സാധനങ്ങളാണ്. അപ്പോൾ അതിട്ട് ആകെ ബോറായി പോകും. അപ്പോൾ 2 പേർ, ഞാൻ കൂടുതലൊന്നും വാങ്ങിക്കില്ല, 2 or 3 പേർ, അതിൽ കൂടുതലൊന്നും വേണ്ട. എന്തെങ്കിലും ഒന്ന് എവിടെന്നെങ്കിലും വാങ്ങണം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പിള്ളേരൊക്കെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് വാങ്ങിയില്ല. പിന്നെ ഇങ്ങനെ ഞാൻ വയ്ക്കുമ്പോഴത്തേ ഇതിൻ്റെ കാശുകളാണ് വാങ്ങി ചുമ്മാ വീട്ടിൽ കബോർഡിൽ കൊണ്ട് വെക്കാമല്ലോ വെച്ചിട്ട് ഞാൻ വാങ്ങത്തില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഹോം വ്ളോഗ് നമുക്കങ്ങ് എൻഡ് ചെയ്യാം അല്ലേ. ഇറ്റ്സ് എ വെരി ബ്രൈറ്റ് ഡേ. ഇപ്പോൾ ഡേ ടൈം മോർണിംഗ് ഈസ് ലൈക്ക് വെരി സണ്ണി ആൻഡ് ബ്രൈറ്റ് ആൻഡ് ഉച്ച കഴിയുമ്പോൾ ഒന്ന് ഇരുണ്ട് വന്നിട്ട് പിന്നെ ഒരു കിഡിലെ മഴ, ഭയങ്കര മഴ. അതുകൊണ്ട് വെദർ ഫീൽസ് നൈസ്. ഇറ്റ്സ് ലൈക്ക് കുറച്ച് ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ മണ്ണിൻ്റെ ഒരു മണം ഉണ്ടല്ലോ. ഐ തിങ്ക് ഗെറ്റ് ദാറ്റ് സ്മെല്ലിങ്. ദാറ്റ്സ് നൈസ്. പിന്നെ ഒരു പുതിയ പ്രോഡക്റ്റ്, ഒരു മേക്കപ്പ് പ്രോഡക്റ്റിന് ഇപ്പം മുകളിൽ എടുത്തുകൊണ്ട് വന്നുകൊണ്ടായി തൊട്ടല്ലേ ഷെയറായിട്ട്. ഇത് ഞാൻ അവിടെ ജപ്പാനിലൊരു സ്ഥലത്തു നിന്ന് കണ്ടു വാങ്ങിച്ചതാണേ. ഞാൻ തുറന്ന് കാണിച്ചു തരാം. എന്താ എഴുതിയിരിക്കുന്നത്? സം ഗോൾഡ് ഇൻഡ്യൂസ്ഡ് എന്തോ സെറം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ പോയ ഏതൊരു ചായ ഡിസ്ട്രിക്റ്റോ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ പോയി. അവിടുത്തെ ഒരു കടയിൽ ഞാൻ വാങ്ങിച്ചേക്കണം. ഞാനൊരെണ്ണം സിമിക്കും വാങ്ങിച്ചു, എൻ്റെ അമ്മയ്ക്കും വാങ്ങിച്ചു. അമ്മ ഇത് കണ്ടിട്ട് ഹാപ്പി ആയെന്ന് തോന്നുന്നു. ഇത് ഗോൾഡ് അകത്തിട്ടോന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. ഐ ഹാവൻ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്. ഹാവ് ടു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് ആൻഡ് സീ ഹൗ ഇറ്റ് ഇസ്. എനിക്ക് വേറെ അമ്മ പുതുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണോ അത്?
ഇങ്ങനെ സാധനം അമ്മു കുറച്ചാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തന്നെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയില്ല. ഐ ഓൾസോ ഹാവ് ടു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. ഞാൻ പിള്ളേരൊക്കെ ധാരാളം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ജപ്പാനിൽ പോയപ്പോൾ വാങ്ങി. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്നും എക്സ്പെരിമെൻ്റ് ചെയ്തില്ല. ഇവിടെ വന്നപ്പോൾ ഒക്കെ ഇവർ ഇതൊക്കെ കാണിക്കുമ്പോൾ അയ്യോ എന്നോടും കൂടെ പറയാത്തെന്താ, ഞാൻ എൻ്റെയും കൂടെ ഷെയ്ഡ് എടുത്തനേല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഫാനില്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ, ചൂടെടുക്കുന്നു. ഏണി എപ്പോഴും അവിടെ ഇരിക്കുക. ഇവിടെയൊക്കെ ഇച്ചിരി പെയിൻറ്റിങ് ബാക്കിയുണ്ട്. അതൊക്കെ ഇനി എന്ന് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അർജുനൊന്ന് വിളിക്കട്ടെ. അപ്പോൾ ശരി, ഞങ്ങളുടെ ഡ്രൈവർ വിനീഷിൻ്റെ വൈഫും പ്രഗ്നൻ്റ് ആയിരുന്നു. പുള്ളിക്കാരിക്ക് ഇന്നിപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. ആക്ച്വലി 2 weeks കഴിഞ്ഞായിരുന്നു ഡെലിവറി പറഞ്ഞിരുന്നത്. ഇന്നലെയും വിനീഷ എനിക്ക് വേണ്ടി മോർണിംഗിൽ കാർ ഓടിക്കാൻ വന്നു. അപ്പോൾ ഇന്ന് പുള്ളി വിളിച്ച് പറഞ്ഞു പെട്ടെന്ന് ബോട്ടം ബ്രേക്കായി, അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും ഒരുപാട് പേര് പ്രഗ്നൻ്റ്. ജോബിൻ്റെ സിസ്റ്റർ പ്രസവിച്ചു. ഇപ്പോൾ ബിനീഷിൻ്റെ വൈഫ് മിക്കവാറും ഇന്ന് തന്നെ പ്രസവിക്കും. ഓസി ഇൻ 2 months. സോ ലൈക്ക് നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റിയ ധാരാളം പേർക്ക് ഇപ്പോൾ ലൈക്ക് പ്രഗ്നൻസിയും കുഞ്ഞുണ്ടാവുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു സീസണാണ്. നൈസ്. എനിക്ക് തോന്നുന്നൊരു ഉച്ചയോടെ മിക്കവാറും ഡെലിവറി നടക്കുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് അങ്ങോട്ടും കാണാൻ പോകണം. അപ്പോൾ ശരി, പിന്നെ കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ജിമ്മിൽ പോയി നന്നാകാൻ ഞാൻ തീരുമാനിച്ചു. അതുപോലെ ഒരു ജിമ്മിലോട്ട് ജോയിൻ ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്ന് എനിക്കിടാൻ ഡ്രസ്സ് വാങ്ങി, അവനിടാൻ ഡ്രസ്സ് വാങ്ങി. അപ്പം ഞാൻ ഇപ്പോൾ അവനോട് ചോദിക്കാം, നിനക്ക് എവിടെയെങ്കിലും ഉള്ള വല്ല ജിമ്മിലും ജോലിക്ക് കൊണ്ട് വല്ല ആവശ്യമുണ്ട്? നീ ഇവിടെ നിന്ന് എൻ്റെ കൂടെ നില്ല്, നീ എന്നെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് എന്നെ ഒരു സ്ലിം ബ്യൂട്ടി ആക്കിത്താ. അപ്പോൾ നിനക്ക് എന്തുമാത്രം വർക്ക് കിട്ടും. പക്ഷെ ഇല്ല, അവൻ എറണാകുളത്ത് തന്നെ പോകണം. എന്നാലേ അവൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി അവൻ ലണ്ടനിൽ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു. വാ. കാലങ്ങളായിട്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ എനിക്ക് വേണ്ടി ആപ്പിളിൽ സെലക്ട് ചെയ്യുന്നത് ജോബിനാണ്. ഞാൻ പലപ്പോഴും എടുക്കുമ്പോൾ അത്ര നന്നാവില്ല. പുള്ളി കറക്റ്റ് ക്രിസ്പി ആപ്പിൾസ് കഴിക്കണം. നാളെ തൊട്ട് എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. മാത്യൂസ് കേക്കിൽ വന്ന് ഒരു കേക്ക് വാങ്ങി. നല്ല മാങ്ങ കായ്ക്കുന്ന മാവാണേ. കിളികളൊക്കെ കടിച്ച് എല്ലാം താഴെ ഇട്ടിരിക്കുന്നു. ഈ കിളികളെയും വവ്വാലിനെയൊക്കെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. അമ്മയാണ്. ഈ വൈറ്റ് പേപ്പർ ഒന്നും അവൻ മുടി കൊടുത്ത് എങ്ങോട്ട് വന്നേ ജോമൻ വാ. ജോബൻ ചേട്ടൻ പോവാണ്. ഇല്ലല്ലോ ഞാൻ എന്തായാലും ഓക്കെ കട്ട് ചെയ്തോ. കൈയടിക്കാൻ ആപ്പുപടി പാടാൻ പറ്റില്ല. പോസായിപ്പോ ചീരി പോസായിപ്പോ. ഇന്ന് ഞാനും ഇവനും കൂടെ ജിമ്മിൽ പോയി. ജിമ്മിന്റെ ഡ്രസ്സ് വാങ്ങാൻ പോയി.
ഞാൻ എനിക്ക് ജിമ്മിൽ ജോയിൻ ചെയ്യാനുള്ള ഡ്രസ്സ് വാങ്ങി. ഇവൻ ഒരു ജിമ്മിൽ ട്രെയിനറായിട്ട് ജോയിൻ ചെയ്യാൻ ഇവൻ ഡ്രസ്സ് വാങ്ങി. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, നീ ഇത്ര കഷ്ടപ്പെട്ട് പോവാതെ ഇവിടെ നിന്ന് എന്നെ ഫ്രീ ആയിട്ട് ട്രെയിൻ ചെയ്യും. ഞാനൊന്ന് സ്ലിം ആയ നിനക്ക് എത്ര ആന്റിമാരെ കിട്ടും? നിന്റെ ജീവിതം മാറും. ലണ്ടനിൽ തന്നെ പോകണം. ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ പെണ്ണുകളെ ഇഷ്ടമല്ല, മതാപമാരെയാണ് ഇഷ്ടം. അമ്മ കയ്യുള്ള ആന്റിയാണ് ആന്റി ഓഫ് ദ സീസൺ. ഈ കേക്കാണ് വീട്ടുകാർ വീട്ടിൽ തന്നു വിട്ടോ. എനിക്കത് ചെറിയ ടീച്ചറാണ് വിചാരിച്ചോണ്ട് നിന്നത്. അപ്പൊ ഗിഫ്റ്റ് എല്ലാരും ക്യാമറ ഫീമെയിൽ നിൽക്കുക. റോസിക്കായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് കാലങ്ങൾക്ക് ശേഷം ഒന്ന് കിട്ടി. അപ്പോൾ റോസിയുടെ ബർത്ത്ഡേക്ക് ആയിട്ട് കൊടുക്കും. നമുക്ക് എല്ലാവർക്കും ഉള്ള പോലത്തെ തന്നെ, പക്ഷെ റോസിക്കായിരുന്നു ഇല്ലായിരുന്നേ. ടെന്നീസ് ബ്രേസ്ലെറ്റ്. രാജു ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ രാജു. ഇനിയിപ്പോ ഞാൻ ഓസിയുടെ കുട്ടിയുടെ അരഞ്ഞാണത്തിനൊക്കെ ഓർഡർ തരാം. പക്ഷേ ഇതുപോലെ ലേറ്റായി അങ്ങനെ എന്ത് ചെയ്യും ഞാൻ? പിന്നെ ഓണിയമ്മ ഗെറ്റ്സ് എത്ര ഹാപ്പി ബർത്ത്ഡേ ഓസി. പക്ഷെ വീണ്ടും ഒരേ സാധനമൊക്കെ ഹാപ്പി ബർത്ത്ഡേ എന്ന്. ഞാൻ വന്നപ്പോ തൊട്ട് പറയാ എനിക്കൊരു ചായ ഉണ്ടാക്കി തരും. അടിപൊളി ചായ ഉണ്ടായിട്ട് പോയി. അയ്യോ ജോബിനെ വിടണം, ലേറ്റ് ആയി. സി ഞാൻ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ പറഞ്ഞുതരാം ചായ എങ്ങനെയായിരുന്നു പിന്നെ നോക്കാം. ഓൺലൈനിലൂടെ പറഞ്ഞുതരാം ചായയുടെ. ഓക്കെ ബൈ. ചായ ഒന്നും കുടിച്ചൂടാ. അത് ശരിയാണ്, ചായ കുടിച്ചൂടാ. ഓക്കെ ബൈ. കാപ്പി ആവാം. നാളെ കാണാം. ബൈ ബൈ. അശ്വിൻ ഞാൻ വന്നപ്പോൾ തൊട്ട് ഒരു ചായ ഇട്ട് തരുമോ, ഒരു ചായ ഇട്ട് തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ആണെങ്കിൽ പാലും ഇല്ല, അത് ഫ്രീസറിലൊക്കെ ആണെങ്കിൽ പഴയ പാലിരിക്കുക. ഞാൻ പറയോ എനിക്കിന്ന് തിരക്കാണ്, ഞാനിവിടെ പാലിട്ട് ചായ ഇട്ടിടുന്ന എന്തായാലും ഫ്രീസറിൽ പഴയ പാലെടുത്താൽ അന്ന് ഞങ്ങളിവിടെ വന്നപ്പോൾ ഇട്ട പാലിട്ട് ചായ ഇട്ടിട്ട് ബാക്കി വെച്ച പാലാണ്. എന്തിന് കളിയാക്കാൻ ചോദിക്കുക, ചായ ഇട്ട് തരുമോ? ഞാൻ കൊച്ചു പിള്ളേർ ചായ കുടിക്കില്ല. എനിക്കിനി ഞങ്ങളുടെ ബിനീഷിൻ്റെ വൈഫ് പ്രസവിച്ചു. അങ്ങനെ ഞാനിപ്പോൾ സ്റ്റൈൽ പ്ലസിനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വേഗം കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. ജോബിനെ ഞാൻ മാക്സിമം പിടിച്ച് നിർത്തി. പാവം അവന് പോകാൻ സമയമായി. ഞാനിപ്പോൾ ബിനീഷിൻ്റെ വൈഫിന് 2 വീക്സ് കഴിഞ്ഞായിരുന്നു ഡേറ്റ്. പക്ഷെ ഇന്ന് പെട്ടെന്ന് വാട്ടർ ബ്രേക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ എനിക്കറിയാതെ ഇന്ന് എന്തായാലും ഡെലിവറി കാണുന്നു. ഈ കുറച്ച് മുമ്പ് പ്രസവിച്ചു എന്ന് പറഞ്ഞു. പ്രസവിക്കുന്നതിന് മുന്നേ ഞാൻ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചു. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഗേളാണോ ബോയ് ആണോ എന്ന് അറിഞ്ഞൂടാത്ത കൺഫ്യൂഷനിലാണ് പലതുമൊക്കെ എടുത്തത്. ഞാൻ ഗ്രീൻ ബ്ലൂവും പിങ്കും അല്ലാത്ത കോമൺ കളേഴ്സൊക്കെ പലതും എടുക്കാൻ ശ്രമിച്ചു. ബോയാണ്, ഇതൊരു ബോയുടെ സീസണാണ് കേട്ടോ. ജോബിൻ്റെ സിസ്റ്ററിന് ബോയായി, ബിനീഷിന് ബോയായി, അങ്ങനെയാണെങ്കിൽ റോസിക്ക് ചിലപ്പോൾ ബോയായി പോകും. ഇത് ബോയുടെ സീസണാണ്. അപ്പം ഞാനൊന്ന് ഇനി വേഗം പോയി ബിനീഷിനൊന്നും കൊടുത്തിട്ട് ജോബിനെ വേഗം ഇടട്ടെ. അങ്ങനെ ഓസിയുടെ ബ്രേസ്ലെറ്റ് ഫൈനലി കിട്ടി. അപ്പോൾ ഓസിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആ ബ്രേസ്ലെറ്റ് കൊടുക്കാൻ പറ്റി. അപ്പോൾ ശരി, ബൈ, ഓൾ ദി ബെസ്റ്റ്, ബൈ. സൂക്ഷിച്ചു പോ. ഓക്കെ ബൈ. ഓസിയുടെ പ്രോഗ്രാമിന് കാണാം. ബൈ. അങ്ങനെ ഞാൻ പോയി ബിനീഷിനെ കണ്ടു, തിരിച്ചെത്തി. ജോബൻ പോയി. ഇനി അടുത്ത മാസം ഓസിയുടെ ഒരു ഫംഗ്ഷനുണ്ട്, വളകാപ്പ്. അപ്പോൾ അതിന് വേണ്ടി ജോബൻ തിരിച്ച് ആ ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പോകുന്നിടത്ത് ലീവൊക്കെ കിട്ടുമോ കിട്ടത്തില്ല നമുക്ക് അറിയത്തില്ല. നന്നായി വരട്ടെ. സാഡ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്തായി. ഇതെന്താ ഡാഡിയുടെയൊക്കെ മരുന്ന് കൊണ്ടുവന്നല്ലോ. അവരെന്നെ വിളിച്ചതുമില്ല. അവർക്ക് പൈസയും വേണ്ട. ഇതേ മരുന്നൊക്കെ കൊണ്ടുവച്ചിട്ട് പോയിരിക്കുന്നു. ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ, വന്നില്ല. അപ്പോൾ ഓക്കെ, സോ സീ ഓൾ സൂൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.